ഹലോ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു അറബിക് ഡിസേർട്ടാണ്. അതിപ്പോഴത്തെ യൂത്ത് ജനറേഷനിലെ അവർക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഡിസേർട്ടാണത്. നമുക്കും കുട്ടികൾക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ലൊരു സ്വീറ്റാണത്. അപ്പം പേര് കുനാഫ. അപ്പം അതെങ്ങനെയാണ് നമ്മൾ മലയാളം റെസിപ്പിയിൽ എങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അപ്പം അതിനുള്ള ഇൻഗ്രീഡിയൻസ് എന്താണെന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. വളരെ സിമ്പിളാണ്. അപ്പം അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് കാണിച്ചു തരാം. ഇപ്പം കുനാഫയ്ക്ക് ആവശ്യമുള്ള സാധനങ്ങൾ: സേമിയ. അത് വൈറ്റ് സേമിയ അല്ല വേണ്ടത്, ഗോൾഡൻ കളറുള്ള സേമിയ വരും. ആ സേമിയനെ ഇതിലേക്ക് ആവശ്യം. ഇപ്പം ഞാൻ ഈ വൈറ്റിനെ ഞാൻ ഗോൾഡൻ കളറാക്കി കാണിച്ചു തരാം കേട്ടോ. ഇതുപോലെ ഭയങ്കര നൈസായിട്ടുള്ള സേമിയ വേണം. പിന്നെ നമുക്ക് 1/2 ലിറ്റർ പാലാണ് ഞാൻ ഉപയോഗിച്ചാണ്. 1/2 ലിറ്റർ പാലിന് ഈ ഒരു പാക്കറ്റ് സേമിയ ഞാൻ വാങ്ങിക്കണം. ഒരു 180 ഗ്രാമിൻ്റെ ഇങ്ങനത്തെ ഒരു പാക്കറ്റ് വാങ്ങിയിരിക്കണം സേമിയ. പിന്നെ ഷുഗർ പൗഡർ വേണം. അത് നമുക്ക് ഇട്ടിട്ട് നോക്കിയിട്ട് പറയാം എത്ര സ്പൂൺ വേണമെന്ന്. പിന്നെ കുറച്ച് ഷുഗർ, പിന്നെ ഈ പാലിലേക്ക് ആവശ്യമുള്ള ഷുഗർ വേണം. ഇത് നമ്മൾ ഒരു വൈറ്റ് സോസ് ഉണ്ടാക്കാനാണ് പാൽ ആവശ്യം. അപ്പം അതിലേക്ക് മധുരത്തിന് ആവശ്യമുള്ള ഷുഗർ വേണം. പിന്നെ ഇത് കോൺഫ്ലവർ വേണം. ഒരു 4 സ്പൂൺ കോൺഫ്ലവർ എടുത്തിട്ടുണ്ട് 1/2 ലിറ്റർ പാലിന്. ഒരു പാക്കറ്റ് സേമിയ. പിന്നെ നമുക്ക് വേണ്ടത് ബട്ടർ. ഇത് സോൾട്ടഡ് ബട്ടറാണ്. അൺസോൾട്ടഡോ ഓർ സോൾട്ടഡോ നോ പ്രോബ്ലം. അപ്പം ഇതിൻ്റെ പകുതി ഞാൻ എടുക്കാൻ പോണേ. പിന്നെ നമുക്ക് കുറച്ച് പാല് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്, പച്ചപ്പാല്. അതായത് ഈ കോൺഫ്ലവർ ഇതിൽ മിക്സ് ചെയ്യണം. പിന്നെ ഇത് ഓപ്ഷനാ, ഏത് മിൽക്ക് പൗഡർ കുറച്ച് ഞാൻ എടുത്തിട്ടുണ്ട്. അത് ഞാൻ ഇടുമ്പോൾ കാണിച്ചു തരാം. ഇത് സേമിയ ഫ്രൈ ചെയ്യണ നേരത്ത് കുറച്ച് മിൽക്ക് പൗഡർ ഇഷ്ടമുണ്ടെങ്കിൽ ഇട്ടാൽ മതി, ഉണ്ടെങ്കിൽ ഇട്ടാൽ മതി കയ്യിലിട്ടാ. പിന്നെ കുറച്ച് ഗാർണിഷ് ചെയ്യാൻ കാഷ്നട്ട്. ശരിക്കും അത് വേണ്ടത് പിസ്ത. നമുക്ക് ആ തോല് കളഞ്ഞിട്ടുള്ള പിസ്ത കിട്ടും. അപ്പം അതാണ് മെയിൻ ആവശ്യം. പിസ്തീൻ്റെ അത് ഗാർണിഷിന് എടുക്കുക. പക്ഷേ എൻ്റെ കയ്യിൽ പിസ്തയില്ല. അപ്പം ഞാൻ കാഷ്നട്ട് എടുക്കുന്നുണ്ട്. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ പാൽ ഓൾറെഡി ഞാൻ ഇവിടെ ഇതിൽ സ്റ്റൗ വെച്ചിട്ടുണ്ട്, ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് തിളക്കട്ടെ, നന്നായിട്ട് തിളച്ച് കുറച്ച് കുറുകി വരണം കേട്ടോ. എന്നിട്ട് നമുക്ക് കോൺഫ്ലവർ ഇടാം. അപ്പോഴേക്കും നമുക്ക് ഈ സൈഡിൽ സേമിയ നമുക്ക് ഗോൾഡൻ കളർ വരുത്തണമല്ലോ, അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അപ്പം ഞാൻ ഇത് പകുതി ബട്ടർ ഇടണം കേട്ടോ. ബട്ടർ മെൽറ്റായതിനു ശേഷം സേമിയ ഇടാം. ഇപ്പം നമ്മൾ സേമിയ ഇടാം, കുറേശ്ശെ കുറേശ്ശായിട്ട് ഇട്ട് അത് ഫ്രൈ ചെയ്യണം. ഫുള്ളിടാൻ പറ്റുമെങ്കിൽ ഫുള്ളിടാം. എന്നിട്ടൊരു ഇതൊരു കളർ ചേഞ്ച് വന്നിട്ട് പിന്നെ ഒരു ഗോൾഡൻ യെല്ലോ കളറിന് വരാം. അപ്പം അത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം അതിനേക്കാളും മുൻപ് ഏറ്റവും ആദ്യം നമുക്ക് പിന്നെ ഈ ഒരു പാത്രം, ഇത് ഇടാനുള്ള ഒരു പാത്രം നമുക്ക് സെറ്റ് ചെയ്ത് വെക്കണം. അപ്പം ഞാൻ കുറച്ച് ബട്ടർ തേച്ചിട്ട് വെച്ചിട്ടുണ്ട്. കാരണം ഇത് ഫ്രൈ ആയതിനു ശേഷം ആദ്യം നമ്മൾ അടിയിൽ ഇത് സേമിയ ഇട്ടതിന് ശേഷമാണ് പിന്നെ വൈറ്റ് സോസ് ഇടുന്നത്. എന്നിട്ട് പിന്നെ അതിൻ്റെ മേലെ പിന്നെയും സേമിയ. അപ്പോൾ ഏറ്റവും ആദ്യം ആ പാത്രം റെഡിയാക്കി വെക്കണതിനൊപ്പം കണ്ട ഭയങ്കര നൈസാണ് ഇത് സേമിയ. നൈസ് സേമിയ വേണം. ഏകദേശം ഒരു കളറ് മാറി തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ പായസത്തിലേക്ക് ഉണ്ടാക്കില്ലേ സേമിയ പായസം, അതുപോലെ തന്നെ ഇതൊരു സ്പൂൺ മിൽക്ക് പൗഡർ, ഒരു 2 സ്പൂണും കൂടി ഇടാം. അത് ഇടുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ട്. വേറെ പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല. ഇത് ഉണ്ടെങ്കിൽ ഇട്ടാൽ മതിയിട്ടാ നിങ്ങൾ. ഇപ്പോൾ ഒരു 3 സ്പൂൺ ഇട്ടുണ്ട്. അതെൻ്റെ ഉള്ള കാരണം കൊണ്ടാണ് ഞാനിട്ട്. ഇനി ഇതുപോലെ ഒന്ന് നന്നായിട്ട് എല്ലാം മിക്സ് ചെയ്ത് വരണം. ഇനി നമുക്കതിലേക്ക് കുറച്ച് ഞാൻ ഷുഗർ പൗഡർ കുറച്ച് മീൻസ് ഇതാണ് ഫസ്റ്റ് നമ്മൾ കടിക്കുമല്ലോ. അപ്പോൾ ഒരു മധുരം വേണം. 1 2 3 സ്പൂൺ ഇട്ടിട്ടുണ്ട് ഷുഗർ പൗഡർ കേട്ടോ.
ഇനി അത് നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഒരു യെല്ലോ കളർ വരുന്നത്, ഗോൾഡൻ യെല്ലോ. അപ്പം അതിന് ഞാൻ സ്വല്പം ഒരു 2 പിഞ്ച് കുറച്ച് ഒരു മഞ്ഞൾപ്പൊടി ഇടാൻ പോകണം. കാരണം ഇത് ശരിക്കും ഒരു യെല്ലോ കളറ് വരാൻ, ഗോൾഡൻ യെല്ലോ കളറിന് വരാത് ശരിക്ക്. അപ്പം അങ്ങനത്തെ സേമിയ എനിക്ക് കിട്ടിയില്ല. അപ്പോൾ ഞാൻ വൈറ്റ് മേടിച്ചിട്ട് ഇതുപോലെ ഒരു പ്രാവശ്യം ഞാൻ ചെയ്ത് നോക്കി. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അത്. ഇപ്പോൾ കണ്ടത് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് ആ കളറും. ഇത് ശരിക്കും നമ്മളെങ്ങനെ വെച്ചാൽ ഇതെല്ലാം ബട്ടർ, ഷുഗർ, പിന്നെ മിൽക്ക് പൗഡർ ഇതെല്ലാം സെറ്റായിട്ട് വരണം കേട്ടോ ഈ സേമിയയിൽ. സേമിയ നമുക്കിങ്ങനെ ഇളക്കുമ്പോൾ ഒരു വിഷമം ഉണ്ടാവും. പക്ഷെ അത് ഒരു സ്പൂൺ വെച്ചിട്ട് എല്ലായിടത്തും ഒന്ന് സെറ്റ് ചെയ്യണം. ഇനി ഇതിൻ്റെ പകുതി പോർഷൻ എടുത്തിട്ട് നമുക്ക് പ്ലേറ്റിൻ്റെ അടിയിലേക്ക് വയ്ക്കാം. നമ്മൾ ഏത് പാത്രത്തിലാണ് സെറ്റ് ചെയ്യണേ ആ പാത്രത്തിൻ്റെ ഫസ്റ്റ് ലെയർ ഇതിടണം. ഈ പാത്രത്തിൻ്റെ ഫസ്റ്റ് ലെയർ നമ്മളിടണം. ഇതൊരു ഫസ്റ്റ് ലെയർ ഇട്ടിട്ട് ഇതിൻ്റെ ഒരു പകുതി ഇടാട്ടോ അതിൽ. ഇപ്പോൾ അപ്പുറത്തെ സൈഡിൽ നമ്മുടെ പാല് തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഇതൊന്ന് സെറ്റ് ചെയ്യട്ടെ. നമ്മൾ സ്പൂൺ വെച്ചിട്ട് ഇതെല്ലായിടത്തും സെറ്റ് ചെയ്ത് ഇങ്ങനെ വെക്കണം കേട്ടോ. കണ്ട ഇതുപോലെ അമർത്തി എല്ലാ എഡ്ജും ഫില്ല് ചെയ്ത് വെക്കണം. ഇങ്ങനെ അമർത്തി നല്ല ഇതിൽ വെക്കണം. ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇതുപോലെ പ്ലാസ്റ്റിക് പാത്രം വെച്ചാൽ സ്റ്റൗന്ന് എടുത്ത ഉടനെ നിങ്ങൾ ഇടല്ലേ കേട്ടോ. ഭയങ്കര ചൂടണത്. ഒരു കുറച്ച് ചൂടാറിയതിന് ശേഷം ഇട്ടാൽ മതി. അപ്പം അത് ഫസ്റ്റ് അടിയത്തെ ലെയറായല്ലോ. ഇനി പകുതി പോർഷൻ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ വൈറ്റ് സോസ് ഒന്ന് റെഡിയാക്കണം. അതായത് നമ്മുടെ പാല് സോസ് ആക്കണം. അതിപ്പോൾ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഇപ്പം നമ്മുടെ 1/2 ലിറ്റർ പാലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് തിളച്ച് ഒരു സ്വല്പം കുറഞ്ഞിട്ടുണ്ട്. ഒന്നത് കുറുകി വരണം പാല്. അപ്പോഴത് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവാം. ഇനിയിപ്പോൾ സ്വല്പം കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 4 സ്പൂൺ ഇതുപോലെ വലിയൊരു 3 സ്പൂൺ പഞ്ചസാര ഇടാം. എന്നിട്ട് മധുരം നോക്കിയിട്ട് നമുക്ക് പിന്നീട് ആവശ്യമുണ്ടെങ്കിൽ പിന്നീടാട്ട 2, 3, 4 ഇനി ഒന്ന് നോക്കിയോട്ടെ. ഇങ്ങനെ നോക്കിയിട്ട് നമ്മുടെ അത് ഓരോരുത്തരുടെ ഇഷ്ടം. മധുരം ഒരു ഇത്തിരി മുന്നിട്ട് നിൽക്കണം. എന്തെങ്കിലും സ്വീറ്റ് ഡിസേർട്ട് ആണല്ലോ, അപ്പോൾ ഒരു ഇത്തിരി മധുരം വേണം ഇതിലേക്കിട്ടാ. മധുരം കുറവാണ്, നമുക്കിതും കൂടി ഇടാം. ഇപ്പം 4 സ്പൂൺ ഇട്ടില്ല. 5, 6, 7, 8 സ്പൂൺ ഇട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം പാല് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൽ കോൺഫ്ലവർ ചേർക്കണം. കോൺഫ്ലവർ ഫസ്റ്റ് ചേർക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഞാനൊരു പച്ചപ്പാല് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടല്ലോ, അതിൽ ഒരു 4 സ്പൂൺ കോൺഫ്ലവർ ഇടാം. എന്നിട്ടത് മിക്സ് ചെയ്യണം. 4 സ്പൂൺ. 1, 2, 3, 4 സ്പൂൺ. അപ്പോൾ 1/2 ലിറ്റർ പാലിന് കേട്ടോ 4 സ്പൂൺ കോൺഫ്ലവർ എടുത്ത് പച്ചപ്പാലിൽ മിക്സ് ചെയ്യണം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ തിളച്ച പാലിൽ ഒഴിക്കാൻ പാടുള്ളൂ. ഇപ്പം നമ്മൾ പാലിൽ പഞ്ചസാര ഇട്ടുണ്ട് കേട്ടോ. 8 സ്പൂൺ ഇട്ടുണ്ടല്ലോ. ഇപ്പോൾ അത് കോൺഫ്ലവർ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പാലിലേക്ക് ഒഴിക്കാം. അപ്പോൾ തീ എപ്പോഴും ലോ ഫ്ലെയിമിൽ വെക്കണം. ഓക്കെ. എന്നിട്ട് കൈ വിടാതെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം. കാരണം ഇത് പെട്ടെന്ന് കുറുകും. കോൺഫ്ലവർ തന്നെ ഇടാൻ പാടുള്ളൂ. മൈദയും ഗോതമ്പൊന്നും ഇടല്ലേ. ഇതേ പെട്ടെന്ന് കുറുകിക്കൊണ്ടിരിക്കണോ, പെട്ടെന്ന് അത് കുറുകും. കണ്ടോ, പെട്ടെന്ന് കുറുകും. അപ്പോൾ നമ്മൾ കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇപ്പോൾ ഞാൻ പാല് തിളപ്പിച്ച് ഇത്തിരി വറ്റിയതിന് ശേഷമാണ് ഞാൻ കോൺഫ്ലവർ കലക്കി ഒഴിച്ചതല്ലേ.
ഇനിയിപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ വെച്ചാൽ പാല് തിളപ്പിക്കണേക്കാളും മുൻപ് കോൺഫ്ലവർ അതിലെ കലക്കി ഒഴിച്ച്, ഇപ്പോൾ ഞാൻ 1/2 ലിറ്റർ പാലെടുത്തിരിക്കണം, നിങ്ങൾ എത്ര എടുക്കണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അപ്പോൾ 1/2 ലിറ്റർ പാലിലേക്ക് 4 സ്പൂൺ ഇതുപോലെ കണ്ട ഒരു മീഡിയം 4 സ്പൂൺ കോൺഫ്ലവർ എടുത്തു, കലക്കി. അപ്പോൾ പച്ചപ്പാലിൽ തന്നെ സ്റ്റൗ ഓൺ ചെയ്യാൻ പാടില്ല കേട്ടോ. കലക്കി പച്ചപ്പാലിൽ തന്നെ കലക്കി നിങ്ങൾക്ക് പിന്നെ പഞ്ചസാര ഇട്ടിട്ട് സ്റ്റൗ ഓൺ ചെയ്തിട്ട് ഇളക്കാം. കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഫസ്റ്റ് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. അതിനേക്കാളും നല്ലത് നമുക്ക് പാല് ഫസ്റ്റ് തിളപ്പിച്ച് അത് കുറച്ച് കുറുകിയതിന് ശേഷം നമുക്ക് സെപ്പറേറ്റ് കുറച്ച് പച്ചപ്പാലിൽ കോൺഫ്ലവർ ഇട്ട് ഇളക്കി ഈ പാലിലേക്ക് ഒഴിക്കുക. തിളയ്ക്കണ പാലിലേക്ക് ഒഴിക്കുക നല്ലത്. ലോ ഫ്ലെയിം ഇട്ടിട്ട് നമുക്ക് കോൺഫ്ലവറിൻ്റെ മിക്സ് ഒഴിച്ചിട്ട് ഇളക്കാം. ഇപ്പോൾ കണ്ട ഇപ്പം നല്ലൊരു പാകത്തിന് കിട്ടി. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. എന്നിട്ട് ഒരു ഇത്തിരി ചൂടാറട്ടെ, എന്നിട്ട് നമുക്ക് പാത്രത്തിലേക്ക് ഒഴിക്കട്ടെ. അപ്പം നമുക്ക് ഒരുവിധം ചൂടാറിയിട്ടുണ്ട്, എന്നാലും കുറേശ്ശെ ഇത് വരുന്നുണ്ടല്ലേ, ആവി വരുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് സെറ്റ് ചെയ്യണ പാത്രത്തിലേക്ക് ഒഴിക്കട്ടെ. ഇനി നമുക്ക് നമ്മുടെ ബാക്കി എടുത്തു വെച്ച സേമിയ ഒരു ആദ്യത്തെ പോർഷൻ നമ്മൾ അടിയിലിട്ടു. ഇനി ഇതേ മേലെ ഇനി നമുക്ക് സ്പൂൺ വെച്ചിട്ട് ഒന്നിതിനെ സെറ്റ് ചെയ്യണം. കണ്ടോ? ഇപ്പം ഇതുപോലെ നന്നായിട്ട് സെറ്റ് ചെയ്ത് വെച്ച്, പ്ലാസ്റ്റിക് പാത്രം അപ്പോൾ നിങ്ങൾ സൂക്ഷിക്കണം. ഗ്ലാസിൻ്റെ പാത്രം എന്ന് വെച്ചാൽ കുഴപ്പമില്ല, ചൂട് ഒഴിച്ചാലും. പ്ലാസ്റ്റിക് പാത്രം ആകുമ്പോൾ ചൂട് ഇല്ലാതെ ഒഴിച്ചോളട്ടെ, അല്ലെങ്കിൽ അത് ഉരുകും പെട്ടെന്ന്. ഇപ്പം ഇത് സെറ്റായി. സെറ്റ് മീൻസ് റെഡിയാക്കി വെച്ച് നമ്മൾ ഇനി ഇതിലേക്ക് നമുക്ക് ഗാർണിഷ് ചെയ്യണതിടാം. പിസ്തീന് ശരിക്കും ആവശ്യം ഞാൻ കുറച്ച് കാഷ്നട്ട് നമ്മൾ ഫ്രൈ ചെയ്യൊന്നും വേണ്ട. കാഷ്നട്ട് അപ്പം കുറച്ച് കാഷ്നട്ട് ഞാൻ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് മൂടിയിട്ട് ഫ്രിഡ്ജിൽ ഒരു 1 hour 2 hour കഴിഞ്ഞിട്ട് നമുക്ക് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഇത് സെറ്റായോ എന്ന് കേട്ടോ. അപ്പോൾ ഫ്രീസറിലല്ല, ചില്ലിൽ, ഫ്രിഡ്ജിൽ. ഇപ്പം 1 മണിക്കൂർ കഴിഞ്ഞു കേട്ടോ സെറ്റ് ചെയ്തിട്ട്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ്. എന്നിട്ട് നമ്മൾക്ക് അത് റെഡി. ഇപ്പോൾ കണ്ടോ സെറ്റായോ എന്നൊന്ന് നോക്കാം. ഓ കണ്ട, ഇതിങ്ങനെ എടുക്കുമ്പോൾ ഇങ്ങനെ സെറ്റായിട്ടുണ്ട്. അതിൻ്റെ അടിയിൽ നിന്ന് വരണം കേട്ടോ. ഒന്നുകൂടി ഞാൻ കാണിച്ചു തരാം. അപ്പോൾ 1 മണിക്കൂർ വെച്ചപ്പോൾ ഒരുവിധം സെറ്റായിട്ടുണ്ട്. അപ്പം 1 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഞാൻ നോക്കണത്.
കണ്ടത് ഇതുപോലെ നമ്മൾ അടിയിൽ നിന്ന് ഒരേപോലെ എടുത്തു വരണം കേട്ടോ. അപ്പോൾ ഇതുപോലെ ചെയ്ത് നോക്കാം. വളരെ എളുപ്പമാണ് ഇത് ചെയ്യാനായിട്ട്. അധികം പൈസയും ഇതിന് ചിലവാക്കേണ്ടി വന്നിട്ടില്ല. കുറച്ച് പിസ്ത ഇട്ട അത് നന്നായി, പക്ഷെ പിസ്തയുടെ പകരം ഞാൻ ക്യാഷ് ഇട്ടു. അപ്പോൾ ഇത് ഞാൻ നമ്മുടെ ഈ കുനാഫ, അതായത് അറബി രാജ്യത്ത് ജോലി ചെയ്യുന്ന എല്ലാ നമ്മുടെ സഹോദരി സഹോദരന്മാർക്ക് വേണ്ടി ഇത് ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നു. അപ്പം അത് എല്ലാവരും ഇതുപോലെ ചെയ്തു നോക്കാം. വളരെ എളുപ്പമുള്ള നല്ലൊരു ഡെസേർട്ടാണ്. അപ്പോൾ പിന്നെ ഒരു കാര്യം, എപ്പോഴും പറഞ്ഞ് കേൾക്കണവർക്ക് തന്നെ ബോറടിക്കണ്ടോയെന്ന് എനിക്കറിയില്ല. അപ്പം എൻ്റെ ഈ റെസിപ്പി കാണുന്നവരെ എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ മറ്റുള്ളവർക്ക്, ഫ്രണ്ട്സിന്, റിലേറ്റീവ്സിന് ഷെയർ ചെയ്യുക. അപ്പം അത് മറക്കല്ലേ. അതും ഇതിനോടൊപ്പം ഞാൻ പറയുന്നു. അപ്പോൾ ഇത് നമ്മുടെ ന്യൂ ഇയറിൻ്റെ ഒരു സ്പെഷ്യൽ പുഡിംഗ് ആയിട്ട് ഇതിരിക്കട്ടെ. അപ്പോൾ അടുത്ത വീഡിയോ ചെയ്യുമ്പോഴേക്കും ബൈ ബൈ.